ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ഹെയർ സ്റ്റൈലിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് സുജി ചേച്ചിയുടെ തലയിൽ തന്നെ കേട്ടോ വീണ്ടും പരീക്ഷിക്കണേ. നന്നായിട്ടില്ലേ? ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പട്ടായം ഒരു പുതിയൊരു ബോംബെ ബസാർ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ടോ. ഞങ്ങൾ ഇന്നാണ് അവൾക്കൊന്ന് കയറാൻ ടൈം കിട്ടിയത്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാലോ ചേച്ചി വെച്ച് ഞങ്ങളൊന്ന് കയറി നോക്കിയതാണ്. എല്ലാതും ഉണ്ട് കേട്ടോ അതിൽ. പലാസോ പാൻറ്റ്, ടോപ്പുകൾ, കിച്ചൺ ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, മേക്കപ്പ്, കോസ്മെറ്റിക്സ് എല്ലാം ഉണ്ട്. നമുക്ക് തൽക്കാലത്തേക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യാനൊക്കെ പറ്റിയ സാധനങ്ങളൊക്കെ അതിലുണ്ട്. അവിടെ പോയപ്പോൾ അതാ ഞങ്ങളുടെ ക്ലാസ്സിലെ ബാക്കി ഐറ്റംസൊക്കെ അത് അവിടെ നിൽക്കുന്നു. എല്ലാവരും ഉണ്ട്. വന്ദേച്ചി, രേഷ്മ, രാധു, ഭയങ്കര പർച്ചേസിങ്ങിലായിരുന്നു എല്ലാവരും. പെണ്ണല്ലേ വർഗം, എവിടെയെങ്കിലും ഇതൊന്ന് ഒരു കട തുടങ്ങിയിട്ട് പറഞ്ഞാലിട്ട് നോക്കാതെ സമാധാനം കിട്ടുമോ? അതില്ല. എല്ലാതും നോക്കുകയാണ്, ഏതേത് എടുക്കണം. തൽക്കാലം ഇപ്പോൾ ഡെയിലി യൂസിനൊക്കെ പറ്റിയ സാധനങ്ങളൊക്കെ നമുക്ക് ഒന്ന് വാങ്ങാം കേട്ടോ. പേഴ്സ് ആയിക്കോട്ടെ, സ്ക്രബ് ആയിക്കോട്ടെ, ഇതുപോലത്തെ ബോട്ടിൽസൊക്കെ, ഇതൊക്കെ നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കത്തി, പേന, പെൻസിലൊക്കെ ഇട്ടൊക്കെ നല്ലതാണല്ലോ. പിന്നെ ഇന്നർ വെയേഴ്സ് ഉണ്ട്. എല്ലാം ഉള്ളൊരു ബോംബെ ബസാർ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഞങ്ങളൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് കാണാനായിട്ട് കയറിയതാണ് കേട്ടോ. ഒന്നും വാങ്ങാനൊന്നുമില്ല. കയറി സ്ഥിതിക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് 2-3 ക്രാബ് എടുത്തു. ഇതാണ് അതിൻ്റെ ആ ക്രാബുകൾ. കയറിയതല്ലേ, വെറുതെ ഇറങ്ങണമല്ലോ എന്ന് വെച്ച് ഞങ്ങൾ 2-3 ക്രാബ് വാങ്ങി. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ പട്ടാമ്പിക്കുന്ന ക്ലാസ്സിന് വരുന്നതുകൊണ്ടാണ് കേട്ടോ എങ്ങനെ കടയിൽ കയറണം. അല്ലാതെ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ പട്ടാമ്പിക്ക് ഇതിനായിട്ട് ഇറങ്ങുമൊന്നുമില്ല. ഇതാണ് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയ ഐറ്റംസ്. 5 രൂപയുള്ളൂ കേട്ടോ. അതിന് 5, 10 എങ്ങനെയാണ് കേട്ടോ റേറ്റ്. പിന്നെ ഇതാ ജെസ്സി അല്ല, ജെസ്സി എന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. ഷെറി ഇതാ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. അവൾക്കിനി എന്തൊക്കെ എടുക്കേണ്ടതെന്ന് അവൾക്ക് ടെൻഷനായിട്ടാണ് നിൽക്കുന്നത്. എന്തൊക്കെ എടുക്കേണ്ടതെന്ന് അറിയണില്ല. എന്തും വാരി കൂട്ടുന്നുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ടൈമായി ബസ്സിൽ കയറി വേഗം പോവാൻ. പിന്നെ അങ്ങനെ വഴിയിൽ സ്കൂളിലൊക്കെ ആൾക്കാരുണ്ട്, പിള്ളേരുണ്ട്. ബായ്.